ഇന്നലെയായിരുന്നു കൊച്ചി രൂപതയിലെ പുതിയ മെത്രാന്റെ അഭിഷേക തിരുക്കർമ്മം. ഈ ഫംഗ്ഷന് പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾക്ക് വരാനായി ഇതുപോലെ ബസ്സുകൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം 3 മണിക്ക് പരേഡ് ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു ചടങ്ങ്. ബിഷപ്പ് ഹൗസിൽ നിന്നും ഒരു നീണ്ട പ്രൊസഷൻ കൊണ്ടാണ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. പ്രൊസഷനിൽ നിയോഗിക്കപ്പെട്ട മെത്രാനും അച്ഛന്മാരും കൂടാതെ സെയിന്റ് മേരീസ് സ്കൂളിലെ ബാൻഡ് ടീമും ഉണ്ടായിരുന്നു. ബിഷപ്പ് ഹൗസ് മുതൽ പരേഡ് ഗ്രൗണ്ട് വരെ ഇതുപോലെ കാർപ്പറ്റ് ഉണ്ടായിരുന്നു. പ്രൊസഷൻ അങ്ങനെ അൾത്താരയിലേക്ക് കയറുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എനിക്കും അമ്മക്കും സൈഡിൽ ഒരു സീറ്റാണ് കേട്ടോ കിട്ടിയത്. നമ്മൾ ചെന്നിരുന്നപ്പോൾ തന്നെ നമുക്ക് റിഫ്രഷ്മെൻറ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു. വായനകൾക്കൊക്കെ ശേഷമാണ് മെത്രാഭിഷേക കർമ്മങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം തന്നെ അംഗീകാര പത്രത്തിൻ്റെ വായനയായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ പുതിയ മെത്രാൻ പ്രോമിസ് ചെയ്യുന്നതാണ് കേട്ടോ. അതിനുശേഷം മെത്രാൻ അൾത്താരയിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് സകല വിശുദ്ധരോടുമുള്ള ലുത്തീനിയാണ് ആലപിച്ചത്. ഈ ലുത്തീനിയ പ്രശസ്ത ഗായകനായ കെസ്റ്ററാണ് കേട്ടോ നയിച്ചത്. അങ്ങനെ റിങ്ങും മൈട്രും ക്രോസിയറും ഒക്കെ കൈമാറിക്കൊണ്ട് കൊച്ചി രൂപതയുടെ പുതിയ ഇടയനെ നമുക്ക് ലഭിച്ച നിമിഷമാണ് കേട്ടോ ഇത്. ഈ ഒരു ദിവസം അത്രയും ഭംഗിയായി തീരാൻ വേണ്ടി മെത്രാനെ നിയോഗിച്ച ദിവസം മുതൽ ഓരോ പള്ളികളിലും പ്രാർത്ഥനയും ആരാധനയിലും ഒക്കെയായിരുന്നു കേട്ടോ. അടുത്തതായി എടുത്തു പറയേണ്ടത് 170 പേരോളം അടങ്ങിയ ഗായക സംഘത്തെയാണ്. ഓരോ സോങ്ങും അത്രയും ഗ്രേസ്ഫുൾ ആയിട്ടാണ് അവർ പാടിയത്. ഇത്തരം ഒരു ചടങ്ങിൻ്റെ ഭാഗമാകാൻ സാധിക്കുന്നത് എനിക്കും അമ്മക്കും ഫസ്റ്റ് ടൈം ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ശരിക്കും ബ്ലെസ്ഡ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഇന്നത്തെ ദിവസം നമ്മൾ എന്തായാലും ഒരിക്കലും മറക്കാത്തൊരു ദിവസമായിരിക്കും. അപ്പോൾ കൊച്ചി രൂപതയുടെ പുതിയ മെത്രാനായ റൈറ്റ് റെവറൻഡ് ഫാദർ ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിൽ പിതാവിന് പ്രാർത്ഥനാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വ്ലോഗ് അത്രയേ ഉള്ളൂ.